യമനിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി സഹായിക്കാൻ തയ്യാറാണെന്ന് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ കുടുംബം. ദയാധനം സ്വീകരിച്ച് യമൻ പൗരൻ്റെ കുടുംബം മാപ്പ് നൽകുമെങ്കിൽ പണം നൽകാൻ തയ്യാറാണെന്നാണ് അബ്ദുൾ റഹീമിൻ്റെ കുടുംബം അറിയിച്ചിരിക്കുന്നത്. റഹീം നിയമസഹായ ട്രസ്റ്റ് ജനറൽ കൺവീനർ കെ ആലിക്കുട്ടി മാസ്റ്റർ പറഞ്ഞതിങ്ങനെ: മാപ്പ് നൽകാൻ തയ്യാറായിട്ടുണ്ടോ എന്ന കാര്യമാണ് ആദ്യം അറിയേണ്ടത്. അങ്ങനെയൊരു സാധ്യതയുണ്ടെങ്കിൽ അതിലൊരു ഷെയർ നൽകി പങ്കാളികളാവാൻ ഞങ്ങൾ തയ്യാറാണ്. നേരത്തെ കമ്മിറ്റി കൂടി ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. പ്രധാനമായും ഞങ്ങൾക്ക് 2 കമ്മിറ്റിയാണുള്ളത്. ഒന്ന് ലീഗൽ അഡ്വൈസറി കോഡ് എന്ന പേരിൽ നാട്ടിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റിയാണ്. അവരാണ് പണമൊക്കെ പിരിച്ചത്. അതുപോലെ ഗൾഫിൽ മറ്റൊരു കമ്മിറ്റിയുണ്ട്. ഈ 2 കമ്മിറ്റിയും കൂടി ചേർന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ, കെ ആലിക്കുട്ടി മാസ്റ്റർ പറഞ്ഞു. ഒറ്റയ്ക്കൊരു തീരുമാനം പറയാൻ സാധിക്കില്ലെന്നും താൻ ആ കമ്മിറ്റിയുടെ കൺവീനർ മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മളെ സംബന്ധിച്ച് റഹീമിനെ പോലെ തന്നെയാണ് നിമിഷപ്രിയയെന്നും എല്ലാം മനുഷ്യജീവനാണെന്നും അദ്ദേഹം പറഞ്ഞു. ജീവൻ രക്ഷിക്കുക എന്ന കാര്യമാണ് പ്രധാനമെന്നും ആലിക്കുട്ടി മാസ്റ്റർ പ്രതികരിച്ചു. ഏകദേശം 48 കോടി രൂപയാണ് റഹീമിനെ രക്ഷിക്കാനായി പിരിച്ചെടുത്തത്. 37 കോടി ഇതിനകം ചിലവായിട്ടുണ്ട്. തങ്ങളെ സംബന്ധിച്ച് പണം കൈമാറാൻ അധികം സമയമെടുക്കേണ്ട ആവശ്യമില്ല എന്നും ബാങ്കിലെ നടപടികൾ പൂർത്തിയാക്കി അരമണിക്കൂറിനുള്ളിൽ പണം കൈമാറാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൂലൈ 16-നാണ് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷയുടെ വധശിക്ഷ നിശ്ചയിച്ചിരിക്കുന്നത്. നിമിഷയുടെ വധശിക്ഷ നടപ്പിലാക്കണമെന്ന് യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉത്തരവിടുകയായിരുന്നു. ഈ ഉത്തരവ് ജയിൽ മേധാവിക്ക് കൈമാറിയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. 2017-ലാണ് തലാൽ അബ്ദുൽ മഹദി എന്ന യമൻ പൗരനെ നിമിഷപ്രിയയും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയത്.